റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ രണ്ട് പെൺമക്കളായ ബഹുമാനപ്പെട്ട റുഖിയ അതുപോലെ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹുമ അബൂലഹബിടെ രണ്ട് ആൺമക്കവും മങ്ങിലാക്കി കൊടുത്തു. അത് നുബുവത്തിലെ മുന്നലായിട്ടിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ദീന് പ്രചാരക്കോ തുടങ്ങിയപ്പോൾ അബൂലഹബ് ശക്തമായിട്ട് എതിർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനാവശ്യമായിട്ട് ശത്രുത പുലർത്തോ തുടങ്ങി. അവനും അവൻ്റെ പെഞ്ഞായി രണ്ടാളും കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര കിറുക്കുള കൊടുക്കോ തുടങ്ങിയാൽ ഈ ഒരു കാര്യത്തെ ഖണ്ഡിച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ ശക്തമായിട്ട് അബൂലഹബിനെയും അവൻ്റെ പെഞ്ഞായിരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തരാട്ടകെടുത്ത തബ്ബത് യദാ അബീ ലഹബ് ചൊല്ലി സൂറത്ത് അല്ലാഹു ഇറക്കിയ. ഇതോടുകൂടി അബൂലഹബ് ക്ഷേമായിട്ട് അബൂലഹബ് ഭയങ്കര അർസം വന്നിട്ട് ഔത്തുക വന്നിട്ട് തൻ്റെ രണ്ട് ആൺമക്കളെ വിളിച്ചിട്ട് ചെന്ന, നിങ്ങൾ രണ്ടാളും മുഹമ്മദിനെ രണ്ട് പെണ്ണുമക്കളെ തൊലാക്ക് കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ഞാൻ ഈ ഔത്തു കാല് വെക്കല്ല ഞാൻ ചെന്നിട്ട് വേദനിക്ക് കൊടുത്ത. ആൺമക്കൾ ചെന്നാൽ ബാപ്പ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ തലാക്ക് കൊടുക്കുക ഒരു അടിയുള്ള ആണ്. ചുരുക്കത്തിൽ അബൂലഹബ് ഭാര്യ ഖുഷിയായിട്ട് അവൻ നേരെ കാബത്തെ മുട്ട വന്ന് അവിടെ നോക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വെച്ചിട്ടാറ്. അപ്പോൾ ചെന്ന, ഏ മുഹമ്മദെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിൻ്റെ രണ്ട് പെൺമക്കവും നിൻ്റെ ആൺമക്കൾ തൊലാക്ക് ചെന്നിട്ടുള്ളാറ്. നീനാക്കിയ കർമ്മ നീ തിന്നണം. നിൻ്റെ പെൺമക്കൾ രണ്ടാറും വിധവയായാൽ ചെന്നിട്ട് അവിടെ പബ്ലിക്കലായിട്ട് പ്രഖ്യാപിച്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ബേജാറായിട്ട്. ഒന്നാമത്തത് പെൺമക്കളെ രണ്ട് പെൺമക്കൾ വിധവയായിട്ടുള്ള ബേജാർ. രണ്ടാമത്തത് പബ്ലിക്കലായിട്ട് എല്ലാവരും എതിരിലായിട്ട് അവൻ ഇൻസൾട്ടാക്കി അല്ലേച്ചിട്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു, അബൂലഹബ് നീന് നിൻ്റെ പെൺമക്കളുടെ വിഷയത്തിൽ നീ ടെൻഷൻ ആക്കണ്ട, അള്ളാഹു തീർക്കാട്ടും. അല്ലെങ്കിൽ നിൻ്റെ ആൺമക്കളെ നീ ജാഗ്രതാക്കലും, ചിലപ്പോൾ അങ്ങനെ അള്ളാഹുടെ സിംഹങ്ങ തിന്നാതിരിക്കട്ട്. അള്ളാഹുടെ സിംഹ ചിലപ്പോൾ തിന്നുപോകും, ജാഗ്രത ആക്കട്ടെ. അങ്ങനെ അബൂലഹബ് പഴക്ക് കേട്ടപ്പോൾ അബൂലഹബ് പേടിയായിട്ട് ഔത്തുപോയ പോയിട്ട് ചെന്ന, മുഹമ്മദ് ഉണ്ട് എൻ്റെ മക്കൾ ഷാപ്പ് വെച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് എൻ്റെ മക്കൾ സിംഹ തിന്നുന്നുണ്ട്, അവൻ ഷാപ്പ് വെച്ചെങ്കിൽ തട്ട് അത് കേട്ട് മക്കളെ ജാഗ്രത ആക്കുമോ ചെന്നു. അങ്ങനെ ഒരാൾ ഷാമുകു ഒരു യാത്ര സംഘ കച്ചവട നിമിത്തം പുറപ്പെടുമ്പോൾ അബൂജഹലിൻ്റെ അബൂലഹബിയുടെ മോണും ഋതുബ അതിൽ ഉണ്ടായ. അപ്പോൾ അബൂലഹബ് യാത്രക്കാരട്ട ചെന്ന എൻ്റെ മോൻ്റെ മേത്തിൽ നിഗാഹിക്കട്ട് അവൻ്റെ തല ജാഗ്രത ആക്കുറു ചെന്നിട്ട് ജാഗ്രത ചെന്ന് കൊടുത്തു. അങ്ങനെ യാത്ര സംഘത്തങ്ങ് ആവു ചെന്നാൽ പോയാർ യാത്ര മധ്യത്തിൽ അങ്ങ് റെസ്റ്റ് എടുക്കുക വിശ്രാന്തി കേട്ട് അങ്ങ് ഇഞ്ഞാറെല്ലാറും ചില ഉറങ്ങുക ഉദ്ദേശിച്ചാർ. അപ്പോൾ കുത്തുബത്ത് ചെന്ന എനിക്ക് പേടിയാവും, ഈ പക്കത്തിൽ സിംഹം മാത്രം എൻ്റെ മേലെ അറ്റാക്ക് ആക്കുമോ, മുഹമ്മദിൻ്റെ സിംഹം മാത്രം വന്നിട്ട് എൻ്റെ അറ്റാക്ക് ആക്കുവാൻ പേടിയാവുന്നു. അപ്പം അങ്ങനെ ചെന്നാൽ, നീ എന്തി പേടിക്കടേ, ഞങ്ങൾ ഉള്ളല്ലേ ഇത്തരം ആൾമാർ, നീ പേടിക്കണ്ട. ചെന്നിട്ട് അങ്ങനെ 100 കണക്കിലെ ഒട്ടകത്ത് ആ ഒട്ടകത്തെല്ലാം റൗണ്ടാക്കി ഡിപ്പാട്ടിയാർ. അതിന് നടുവൂറ് വെച്ചിട്ട് അവർക്ക് കിടക്കോ വ്യവസ്ഥ ആക്കിയാർ. എന്നിട്ട് ഇങ്ങനെയുള്ള 100 കണക്കിലെ ആൾമാരെല്ലാം ചുറ്റുഭാഗത്തിൽ കിടന്നുണ്ടാർ കാവലായിട്ട്. അങ്ങനെ ധൈര്യത്തിൽ കിടന്ന ഋതുപത്തിക്ക് പാതിരാജാവുമ്പോൾ അതാ ഒരു സിംഹ പ്രത്യക്ഷപ്പെട്ടത്. അത് അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് നേരെ വന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ മൂസോ തുടങ്ങിയത്. ആർക്കും ഒന്നും ആക്കിയില്ല. അവസാനം ആ ഒട്ടകത്തെ ആ ഗുമ്പിടെ നടുവിൽ കിടന്നിട്ടുന്നതായ ഋതുപത്തിലെ മുട്ട ലാച്ചി പോയി എത്തിത്ത്. എന്നിട്ട് ഹഷമഹു ഹഷമത്തൻ അവൻ്റെ പറക്കിയിട്ട് അവൻ്റെ തലയുടെ ജഡ്ജിട്ട് അവൻ്റെ കൊന്നു കളഞ്ഞെത്ത് ചരിത്രം നമുക്ക് കാണാൻ സാധ്യവും. അതായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പലക്ക ചെന്നെങ്കിൽ അള്ളാഹു അതിനെ നേരാക്കി കാട്ടിക്കൊടുത്തിട്ടുന്ന അള്ളാഹു ഹബീബിനെ സ്നേഹിക്കണേ. യഥാർത്ഥ ആഷിഖ്യങ്ങളെ കൂട്ടത്തെ അള്ളാഹു നാളെ പെടുത്തി നിന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ.